നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ തിരിച്ചു തന്നാൽ ആയുഷ്കാലം മുഴുവൻ ആ ദൈവത്തിന്റെ അടിമകളായിക്കോളാം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അടിമകളാണ്. ദൈവങ്ങളുടെ മുന്നിലല്ല, രാധികമോളുടെ മുന്നില്. എല്ലാം തിരിഞ്ഞൊരു ഭർത്താവിനെ സ്വപ്നം കാണുന്ന ആള് ഇനിയിപ്പോ ഏട്ടനെ കണ്ടാ പോരെ. പിന്നെ വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യം, അവർക്കിടയിൽ എന്തോ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഏട്ടനൊരു നല്ല കുടുംബജീവിതം നയിക്കുമ്പോ ഏട്ടനൊന്ന് വരുണിനെ ഉപദേശിക്കണം. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞതാ, പ്രിയങ്കയുടെയും വരുണിന്റെയും ജീവിതത്തിന് നീ കാവലാവണമെന്ന്. തിരിച്ചു പോകുമ്പോ ആ കാവല് ഞാൻ ഏട്ടനെ ഏൽപ്പിക്കാം. എത്ര നന്നായിട്ടാ നീ സംസാരിക്കുന്നേ. എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ പറ്റണേ? നിന്റെ നിർബന്ധങ്ങളുടെ സ്വഭാവം ഏട്ടൻ അറിയാം. അതുകൊണ്ട് ഏട്ടൻ എന്നെ അപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണാൻ വരണം നീ. ഏട്ടൻ ആറ്റുവാശ്ശേരിയിലേക്കും വരും. എന്റെ അനിയത്തി അവിടെയല്ലേ? ഏട്ടാ, പിന്നൊരു കാര്യം കൂടിയുണ്ട്. എന്താ? ഏട്ടന് വരുണിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. വരുണിന്റെ ജീവന് എന്തോ ഒരു ആപത്തുണ്ടെന്ന് ഒരു തോന്നല്. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, തോന്നലാണ്. പക്ഷെ ഭഗവാന് മുന്നിലിരിക്കുമ്പോ എനിക്ക് വരുന്ന പല തോന്നലുകളും പിന്നെ സത്യമായിട്ടുണ്ട്. ആ പേടി കൊണ്ടാ ഞാൻ പറയുന്നേ. ഏട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വരുണിനെ അല്ലേ? അതെനിക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് മോളുടെ മനസ്സിൽ തോന്നിയ പേടിയില്ലേ, അതങ്ങ് നുള്ളിക്കളഞ്ഞേക്ക്. ഏട്ടൻ വരുണിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടനൊന്നും സംഭവിക്കാതെ വരുണിനെ ആരും തൊടില്ല. എന്നാ അത് മതി. പിന്നെ ഇനി ഇവിടെ നിൽക്കുന്ന ഏട്ടത്തി കണ്ട എന്റെ യാത്ര ഇപ്പൊ കെങ്കേയും ആവും. ഞാൻ പോയിക്കോട്ടെ. മോളെ, വല്ലാണ്ട് മനസ്സിൽ സങ്കടം തോന്നിയ ഏട്ടൻ വിളിക്കും കേട്ടോ നിന്നെ. നിന്നോട് അല്പം നേരം സംസാരിച്ച വല്ലാത്തൊരു സമാധാനം കിട്ടും മനസ്സിന്. പോയിക്കോ. ആ കുട്ടി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അമ്മേ? അതെ. ഒരിക്കൽ ഞാൻ അവളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാ. അന്ന് അവളുടെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് സൂര്യയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ എന്താ പറയാറ്? അവനെ തിരിച്ചു തന്നാൽ ആയുഷ്കാലം മുഴുവൻ ആ ദൈവത്തിന്റെ അടിമകളായിക്കോളാം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അടിമകളാണ്. ദൈവങ്ങളുടെ മുന്നിലല്ല, രാധികമോളുടെ മുന്നില്. മുത്തശ്ശി, തിരിച്ചു പോകാൻ പാടില്ല എന്ന് രാധികയെ കൊണ്ട് സമ്മതിപ്പിക്കാമായിരുന്നില്ലേ? വേണ്ട മോനെ, തൽക്കാലം ആ കുട്ടിയുടെ ആഗ്രഹം നടക്കട്ടെ. ചില നല്ല ബന്ധങ്ങൾക്ക് ഒരു ഇടവേള ഉണ്ടാവുന്ന നല്ലതാ. ബിജു, രാധികമോളെ വീട്ടിൽ കൊണ്ടാക്കണം. പോകുന്ന വഴിക്ക് അവിടേക്ക് എന്തെങ്കിലും വാങ്ങാനും മറക്കണ്ട. ശരി. വരുൺ, എന്തു പറ്റിയടാ നിനക്ക്? ഒന്നുമില്ല ഏട്ടാ. ഈ യാത്രയയപ്പുകൾ എപ്പോഴും സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ? അത് ആരുടെ ആണെങ്കിലും.
കുറെ കാലം ഇവിടെ ഉണ്ടാകണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ അധികം ദൂരേക്കൊന്നും പോകുന്നില്ലല്ലോ അച്ഛാ. എനിക്ക് എപ്പോ വേണേലും ഇവിടേക്ക് വരാമല്ലോ. അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? മോള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. ചേച്ചി പോയാ ചേച്ചി ഇനി ഇങ്ങോട്ട് വിടില്ല. അല്ല, ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതെ അമ്മയും അച്ഛനും ആകെ വിഷമിച്ചിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാ പറഞ്ഞയക്കുന്നേ? കൽപ്പനടുത്തി ചില നേരത്ത് ചില വാക്കുകൾ എനിക്കും കടുപ്പിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടല്ല. ഏട്ടനും ഏട്ടത്തെയും നന്നായി ജീവിക്കണം. അധികം വൈകാതെ എല്ലാവർക്കും സന്തോഷമുള്ള മറ്റൊരു വാർത്തയും കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്ന കാര്യം ഞാൻ പറയുന്നത്. ഓ, ഇനി അതിനു വേണ്ടി നീ വ്രതം ഒന്നും എടുക്കണ്ട. ഇനിയിപ്പോ അതിന്റെ പുകഴത്തിലൂടെ ഞാൻ കേൾക്കേണ്ടി വരും. പ്രിയേ, ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടം. ഇഷ്ടം മാത്രം പോരാ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിട്ട് മാറാനും പറ്റണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.